Hi friends, welcome to Soniya's kitchen. ഇപ്പോൾ ഞാൻ പനീർ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പനീർ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത്. അപ്പോൾ ഈ പനീർ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 100 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 ചെറിയ തക്കാളി, ഒരു സവാള, 20ഓളം കാഷ്യൂ നട്ട് വെള്ളത്തിലിട്ടതാണ്. അത് കുതിർന്ന് കഴിയുമ്പോൾ അരയ്ക്കാനായിട്ട് എളുപ്പമുണ്ടാകും. അതിനുവേണ്ടി ഞാൻ അങ്ങനെ കാഷ്യൂ നട്ട് വെള്ളത്തിലിട്ടിരിക്കുന്നതാണ്. ഒരല്പം ഗ്രീൻ പീസ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം ഗരം മസാല, വഴറ്റാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ സവാള ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഈ സവാള വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ഈ സവാളയും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇതിപ്പോൾ മുളക് പൊടി ഓരോരുത്തർക്കും എരിവിനനുസരിച്ച് കുറച്ചധികമായിട്ട് ചേർക്കുക. ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി ഒരുപാടായി പോകരുത്, അപ്പോഴത്തേക്ക് അതിൻ്റെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇതെല്ലാം കൂടി ഒന്നുകൂടി ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ആറാനായിട്ട് മാറ്റി വെക്കാം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അപ്പോൾ അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഗ്രീൻ പീസ് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ 3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഇപ്പോൾ ആറിയിട്ടുണ്ട്. ഇനി അത് ബ്ലെൻഡറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. എങ്കിലേ അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി ഈ കാഷ്യൂ നട്ടും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇതും കൂടി ഒന്ന് ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. കാഷ്യൂ നട്ട് എപ്പോഴും ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിടുവാണെങ്കിൽ അത് അരച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഈ പാത്രം ഞാനൊന്ന് വാഷ് ചെയ്തെടുത്താണ്. ഇനി ഇതിലേക്ക് തന്നെ ഈ അരച്ച് എടുത്ത ടൊമാറ്റോയുടെയൊക്കെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഈ പനീർ ഒന്ന് കഴുകിയെടുക്കാം. പനീർ കഴുകിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഒന്ന് കഴുകിയെടുക്കണം. തിളച്ച മസാലപ്പൊടിയിലേക്ക് ഈ പനീർ ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്ന് ഈ പനീർ ഒന്ന് വെന്ത് വരണം. പനീർ വേവാനായിട്ട് അധികം നേരമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് മതിയാകും. ഇതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ പനീർ ഇതിൽ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഈ ഗ്രീൻ പീസ് കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഗ്രീൻ പീസ് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. കാരണം ഗ്രീൻ പീസ് ഇഷ്ടമില്ലാത്തവരെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് ഇല്ലാതെ തന്നെ ഈ പനീർ കൊണ്ട് തന്നെ ഇതുപോലെ നല്ല അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പക്ഷേ ഇതിലേക്ക് ഒരല്പം ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കൂടി മസാലകളൊക്കെ പിടിക്കാനായിട്ട് 2 മിനിറ്റ് നേരം കൂടി മൂടി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം, കാരണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനൊരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 1/2 സ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ അരച്ചെടുത്തിരിക്കുന്ന കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, കാരണം നമ്മൾ ഈ കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർക്കുമ്പോഴാണ് കറി ഒന്നുകൂടെ തിക്കായി വരുന്നത്. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരല്പം കസ്തൂരി മേത്തിയുടെ ഇലയാണ്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, പലർക്കും ഇത് വീട്ടിലുണ്ടാവണമെന്നില്ല. ഒരു പിഞ്ച് കുരുമുളക് പൊടി. ഇനി ഇതുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അടുപ്പിൽ തന്നെ വെക്കരുത്, കാരണം കറി വീണ്ടും കുറുകിപ്പോകും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കാനും മറക്കരുത്. എൻ്റെ ഈ വീഡിയോസൊക്കെ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണിലും ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ.
താങ്ക് യു ഫോർ വാച്ചിങ്.